₹112 കൊണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? അതും വെറും കേക്കൊന്നുമല്ല, ചോക്ലേറ്റ് ഇഡലി കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ? നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞങ്ങൾ എടുത്തേക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ 2 ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചോക്കോ ചിപ്സ് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ പാലും. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബിസ്ക്കറ്റിനെ മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കുക ചെയ്യേണ്ടത്. അരിക്കുകയല്ലല്ലോ, അടിക്കുകയല്ലേ, അടിച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് ലൂസും ആവരുത്, ഒത്തിരി അങ്ങ് തിക്കും ആവരുത്. പിന്നെ വേണ്ടത് നമുക്ക് ഇഡലി തട്ടാണ്. ഇഡലി ചട്ടുകത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. എല്ലാ മറ്റേ കുഴിഞ്ഞിരിക്കുന്ന സാധനമില്ലേ, തട്ടെന്ന് പറയുന്നില്ല അതിന്, അതിലേക്ക് തൂത്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 മിനിറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് ഡയറി മിൽക്കിൻ്റെ ഓരോ പീസ് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെയും 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലെയറോട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നേരെ ചൂടാക്കാൻ വെക്കാം. ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് വരും. പക്ഷെ കാണുമ്പോൾ ഒരുമാതിരി ബ്ലും ബ്ലും പോലെ തോന്നും, പക്ഷെ വെന്തിട്ടുണ്ടായിരിക്കും. ചൂടാറിയ ശേഷം നിങ്ങളിത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞ് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റാണ് ഗയ്സ്. എല്ലാവരും പറയും അടിപൊളിയാണെന്ന്. അപ്പം നിങ്ങളൊരു വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.